അമ്മയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ ആലുവ സ്വദേശിയായ 30-കാരൻ അറസ്റ്റിൽ. ലഹരിക്കടിമയായ മകൻ തുടർച്ചയായി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. അലി അക്ബർ ഷാ നമുക്കൊപ്പം. അലി അക്ബർ ഷാ, കേൾക്കുമ്പോൾ തന്നെ നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്. അമ്മയോട് എങ്ങനെ ഈ ക്രൂരത കാണിക്കാൻ ആ മകന് സാധിച്ചു? എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജിയ, തീർച്ചയായും വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ആലുവയിലാണ് ഇത്തരത്തിൽ മകന്റെ ശല്യം സഹിക്കവയ്യാതെ, ഈ ദേഹോപദ്രവം സഹിക്കവയ്യാതെ ഒരു അമ്മ പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ മകനെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് അമ്മയെ വിശദമായി തന്നെ വിഷയങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വിളിപ്പിച്ചു. ആ ഘട്ടത്തിലാണ് അമ്മയ്ക്ക് വലിയ രീതിയിൽ ദേഹോപദ്രവം ഏറ്റിട്ടുണ്ട് എന്ന വിവരം പോലീസിന് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കൃത്യമായ ഒരു കൗൺസിലിംഗ് ഈ അമ്മയ്ക്ക് നൽകുന്നത്. ഈ കൗൺസിലിംഗിലാണ് താൻ ഈ ദേഹോപദ്രവം ഏറ്റിട്ടുണ്ട്, ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അമ്മ പുറത്തു പറയുന്നത്. 30 വയസ്സാണ് ഈ മകന്റെ പ്രായം. ഇയാൾ നിരന്തരം ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇയാൾ നിരന്തരം ലഹരി ഉപയോഗിച്ച് വീട്ടിലെത്തി അമ്മയെയും അച്ഛനെയും നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു. ഇയാൾ വീട്ടിലുള്ള സമയങ്ങളിലെല്ലാം അമ്മയുടെ നിലവിളി കേൾക്കാറുണ്ട് എന്ന് അയൽവാസികളെല്ലാം പറയുന്നുണ്ട്. ആ നിലയിൽ എപ്പോഴും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന, നിരന്തരം ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരാളാണ്. പക്ഷേ വിശദമായ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. ഈ 30-കാരനായ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ ഇയാൾ ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും. അമ്മയും മകനും മാത്രമായിരുന്നു ആ വീട്ടിൽ താമസം ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് ഈ പ്രശ്നത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരവും ഉണ്ടായിരുന്നു. സുജിയ, ഈ മകന്റെ ദേഹോപദ്രവം നിരന്തരം ഉണ്ടായിരുന്നു. അതായത് പല തവണ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഈ കൗൺസിലിംഗിൽ അമ്മ പുറത്തു പറഞ്ഞത്. അമ്മയും അച്ഛനും ആ വീട്ടിലുണ്ടായിരുന്നു. അമ്മയെയും അച്ഛനെയും നിരന്തരം ഈ മകൻ ആക്രമിക്കാറുണ്ടായിരുന്നു. ലഹരി ഉപയോഗിച്ച് വന്നിവരെ ശാരീരികമായി ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാറുണ്ടായിരുന്നു. ഇയാൾ വീട്ടിലുള്ള സമയങ്ങളിൽ എപ്പോഴും വീട്ടിൽ ബഹളമാണ്, അമ്മയുടെ നിലവിളി കേൾക്കാറുണ്ട് എന്നും ഉള്ള വിവരവും പോലീസിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. 30 വയസ്സാണ് മകന് പ്രായം. പലയാവർത്തി തന്നെ ഇത്തരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുകയും ഇപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൗൺസിലിംഗിൽ പുറത്തു വന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഇയാൾക്ക് മറ്റെന്തെങ്കിലും നിലയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, സമാനമായ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സുജയ. ഓക്കെ, അലി അക്ബർ ഷായാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.